ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ക്ലാസ് കേക്ക് ഉണ്ടാക്കട്ടെ. ക്ലാസ് കേക്ക് കേട്ടുക്കണം ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ കപ്പിലുണ്ടാക്കാം. പൊട്ടണ കപ്പിലും സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലത്തെ കപ്പുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ നമുക്ക്. അപ്പോൾ നമുക്ക് വേറെ പാത്രമൊന്നും വേണ്ട, ഒരു സ്പൂണും ഒരു ഗ്ലാസ്സും മതി. വേറെ ഒരുപാട് പാത്രങ്ങൾ നിരത്തുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. കേക്ക് ഉണ്ടാക്കുമ്പോൾ ആകെ എല്ലാവർക്കും ഒരു പ്രശ്നം അതാണല്ലോ, ഒരുപാട് പാത്രങ്ങൾ നിരത്തുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ഇട്ടാ. അപ്പോൾ ടേബിൾ സ്പൂൺ തന്നെ വലിയ സ്പൂൺ. അപ്പോൾ ആ ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂണ് മൈദാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ കേക്ക് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അതിൻ്റെ അളവാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിക്കണമെങ്കിൽ പൊടിക്കാം, പൊടിക്കാതെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇപ്പോൾ പൊടിക്കാതെ ചേർക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ല. ഓക്കെ, ഇനി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിലേക്കുള്ള ലിക്വിഡുകൾ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. ഇനി ബട്ടർ ഉരുക്കിയുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് വരും. ഞാനിപ്പോൾ ഓയിൽ ചേർക്കണുള്ളൂ. ഓക്കെ, ഒരു 3 ടേബിൾ സ്പൂൺ പാൽ വേണം നമുക്ക്. അപ്പോൾ നോർമൽ തണുപ്പും വേണ്ട ചൂടും വേണ്ട, നോർമലായിട്ടുള്ള ഒരു പാൽ 3 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അതിൽ നിന്ന് ഫസ്റ്റ് ഒരു സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം, ഒന്ന് നല്ലോണം മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്പൂണിലേക്കാണ് എല്ലാം എടുക്കുന്നത് കേട്ടോ. അതാണ് ഇപ്പോൾ ആ കൊക്കോ പൗഡറിൻ്റെ അതാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതാ 3 സ്പൂൺ ഒഴിച്ചിട്ട് മെയിനായിട്ട് വേണ്ടത് ഇത് നല്ലോണം മിക്സ് ആക്കുക എന്നുള്ളതാണ്. കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ ബീറ്റൊന്നും ചെയ്യണില്ലല്ലോ, ഈ സ്പൂണിട്ട് മാത്രം. അല്ലെങ്കിൽ ചെറിയ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഇളക്കി കൊടുക്കുക കേട്ടോ. ഓംലെറ്റ് ഉണ്ടാക്കേണ്ട കാര്യം നല്ല അടിച്ചെടുക്കുക, കണ്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലായി വരും. ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിച്ച് നല്ല റെഡിയാക്കിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ. കാരണം ക്ലാസ്സിന് ആ സൈഡിൽ ഈസറിലൊക്കെ ആയിട്ടണം. പിന്നെ ഇത് ഓപ്ഷണലാണ്, ചോക്ലേറ്റ് വേണമെങ്കിൽ അതിൽ കൊടുക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് ലാവ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കോമ്പൗണ്ട് മുറിച്ചെടുത്ത കേട്ടോ. അതിന് കോമ്പൗണ്ട് ഒന്നും കയ്യിലില്ലെങ്കിൽ പിന്നെ ഡയറി മിൽക്കോ മിൽക്കി ബാറോ എന്താ വെച്ചാൽ 2 ചോക്ലേറ്റ് വേണമെങ്കിൽ 2ഉം കൊടുക്കുക. അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് മാത്രമാണ് അങ്ങനെ കൊടുക്കുക. അതൊക്കെ നിങ്ങളൊരു ഓപ്ഷണൽ. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, നട്ട്സ് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് ബദാം എന്തുണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചോക്കോ ചിപ്സുകളൊക്കെ കിട്ടുമല്ലോ, പല ഐറ്റങ്ങളും ഇപ്പോൾ കിട്ടുമല്ലോ മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ ഏതായാലും ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലാവ അങ്ങനെ പുഡിങ്ങിൻ്റെ പരുവത്തിലായിട്ടാണ് വരൽ. ഓക്കെ, നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ അത്രയും മതി കേട്ടോ. ഒരു ഗ്ലാസ് ഇത് കപ്പ് വേവാൻ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ. ഓരോരുത്തർ ചില ഓവണ് ചൂട് കുറവാണെങ്കിൽ 15 മിനിറ്റ് വരെ. ഓക്കെ, ഞാൻ 12 മിനിറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴാണ് കറക്റ്റ് കാണുന്നത്. മറ്റേത് ഇരുട്ട് തന്നെ, ലൈറ്റ് കുറവേനും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ പുഡിങ്ങിൻ്റെ പരുവത്തിൽ നമുക്ക് കോരി കഴിക്കാൻ പറ്റിയ രൂപത്തിലാണ് വരില്ല കേട്ടോ. കണ്ടില്ല, ഫുള്ള് ചോക്ലേറ്റാണ്. അതിലൊക്കെ അലിഞ്ഞിട്ടുണ്ട്, വെള്ളം പോലെ കിടക്കണ്ടില്ല. നമ്മൾ എക്സ്ട്രാ കൊടുത്ത ചോക്ലേറ്റ് ഇല്ല, അതാണ് അതിങ്ങനെ വെള്ളം പോലെ അലിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ കഴിച്ച് കാണിക്കണില്ല. ക്ലാസ്സൊക്കെ നല്ല ചൂടുണ്ട്. ഒന്ന് ചൂടാറിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.